ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ സമയം വനമധ്യത്തിലൂടെ കടന്നു പോകുന്നതായ ഒരു റോഡിന്റെ നടുവിലും ഇരുഭാഗങ്ങളുമായിട്ട് ഒരു വാനര സംഘം സംഘടിച്ചിരിക്കുകയാണ്. അവരിങ്ങനെ സ്വൈര്യവിഹാരം നടത്തുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും മറിഞ്ഞൊക്കെ കായ്കനികളൊക്കെ പറിച്ച് തിന്നും ഒക്കെ അവരിങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു കാറ് അതിവേഗതയിൽ പാഞ്ഞു വരികയും ഈ വാനര കൂട്ടത്തെ ഇടിച്ച് തെറിപ്പിക്കാനിടയായി. അതിൽ ഒരു കുരങ്ങ് ചത്തുപോവുകയും മറ്റ് 2-3 കൈകാലുകൾക്ക് പരിക്കുകളേറ്റ് ഗുരുതരമായ അവസ്ഥയിൽ അവയെല്ലാം അവിടെ എല്ലാം വീണ് കിടക്കാണ്ട് ഇടയായി. ഇത് കണ്ട മറ്റുള്ളതായ ഈ വാനര കൂട്ടം ഈ കാറിന്റെ പിന്നാലെ പാഞ്ഞെങ്കിലും ആ കാറിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. കാറ് നിർത്താതെ ഓടിച്ചുപോയി. എന്തോ ഇവര് തീരുമാനിച്ചുറച്ച് എന്ന മട്ടിൽ ഈ വാനര സംഘമെല്ലാം ഈ റോഡിൽ തന്നെ സംഘടിച്ചിരിക്കുകയാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ആ ഇവരെ ഇടിച്ചു തെറിപ്പിച്ച അതേ കാറ് അതേ വഴി തന്നെ മടങ്ങി വന്നു. ഉടനെ തന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതും അതുപോലെ റോഡിൽ സംഘടിച്ചു കൂടിയതുമായ ഈ വാനര കൂട്ടം ഒരു ഗറില്ല യുദ്ധം നടത്തുന്നത് പോലെ തന്നെ ഈ കാറിന്റെ മുകളിലേക്ക് ചാടി വീണു. കാറ് നിർത്തി. അതിന് പലവിധത്തിലുള്ളതായ കല്ലും അതും ഇതെല്ലാം എടുത്ത് അങ്ങനെ കൈകൊണ്ടാൽ ഇടിച്ച് അതിന്റെ ഗ്ലാസുകളൊക്കെ തകർത്ത് ഇളകിയെടുക്കാവുന്നതെല്ലാം അവർ ഇളക്കി പറിച്ചെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. മാത്രമല്ല, പൊട്ടിയ ഗ്ലാസിനകത്തൂടെ കൈയിട്ടിട്ട് അതിനകത്തുള്ളതായ യാത്രക്കാരെ ആക്രമിക്കുക കൂടി ചെയ്തു. ഇതെല്ലാം സംഭവിച്ചത് ഒരു ഡ്രൈവറുടെ അശ്രദ്ധമായിരിക്കുന്നതായ ഡ്രൈവിംഗ് ആണ്. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വന്യമായിരിക്കുന്നതായ മൃഗങ്ങൾ അത്രത്തോളം ക്രൂരമായിട്ട് ഇടപെടുകയും അവരുടെ രോഷം, അവരുടെ ആ കോപം ശമിക്കുന്നത് വരെ അവരാ കാറിനെ ആക്രമിക്കുകയും ചെയ്തു. ഇതൊരു വന്യമൃഗങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്, വാനര കൂട്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ വിശേഷ ബുദ്ധിയുള്ള ജ്ഞാനവും വിവരവും വിദ്യാഭ്യാസവുമുള്ള മനുഷ്യവർഗം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാലോ അത് ഈ വാനരക്കൂട്ടത്തെക്കാൾ കഷ്ടമായ രീതിയിൽ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഒരു പ്രകോപനവുമില്ലാതെ യാത്ര ചെയ്യുന്ന വാഹനം തല്ലി തകർക്കുക, അവർ പഠിക്കുന്നതായ സ്ഥാപനങ്ങൾ തല്ലി തകർക്കുക, അവർക്ക് അന്നം കൊടുക്കുന്നതായ ജോലി ചെയ്യുന്നതായ ആ ഫാക്ടറികൾ അടിച്ചു തകർക്കുക. മാത്രമല്ല, ഏതെല്ലാം സ്ഥലത്ത് അവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തു തീർക്കുന്നതായ ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞ, ജ്ഞാനികൾ എന്ന് പറയുന്ന, അറിവുള്ളവരെന്ന് പറയുന്ന, ലോകം മുഴുവൻ ഞങ്ങളുടെ വിരൽത്തുമ്പിലാണെന്ന് അഭിമാനിക്കുന്ന ഈ മാനവ വർഗം കാണിച്ചു കൂടുന്ന കാര്യങ്ങൾ അതിനപ്പുറം. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ എന്ന് 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ഉപന്യാസകനും അതുപോലെ പ്രാസംഗികനും തത്വചിന്തകനുമായ റാൾഫ് വാൾഡോ എമേഴ്സൺ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഓരോ മനുഷ്യരിൽ നിന്നും എന്തെങ്കിലും ഒന്ന് പഠിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ അവർ പലപ്പോഴും എൻ്റെ ഗുരുക്കന്മാരാണ്, എൻ്റെ അധ്യാപകരാണ്. എന്താ ചോദിച്ചാൽ, ഈ എമേഴ്സണെ വിമർശിക്കുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അദ്ദേഹത്തെ ശത്രുവിനെ പോലെ അദ്ദേഹത്തോട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്നതായ വ്യക്തികളിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നാണ് എമേഴ്സൺ പറയാനിടയായിട്ടുള്ളത്. അതെ, സത്യത്തിൽ അങ്ങനെയാണ്. നമ്മളെ വിമർശിക്കുന്നവരെ നമ്മൾ വെറുക്കുകയാണ് പതിവ്. നമ്മളെ ഉപദ്രവിക്കുന്നവരുമായിട്ട് പിന്നെ യാതൊരു സംസർഗത്തിൽ നമ്മൾ പോകാറില്ല. അതുപോലെ തന്നെ നമുക്കെതിരെ കുറ്റങ്ങൾ ആരോപിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള സഹവാസം തന്നെ നമ്മൾ ഇല്ലാതെ നമ്മൾ നടക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ
ഇവിടെ നമ്മൾ കാണുന്നത് എമേഴ്സൺ പറയുന്നത് ഓരോ കാര്യങ്ങൾ നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. അഥവാ നമ്മളെ വിമർശിക്കുന്നവരിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. നമ്മളെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതുപോലെ കുറ്റം നമ്മളെ ആരോപിക്കുന്ന വ്യക്തികളിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട് എന്നാണ് ആ മഹാനായ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് തന്നെ വിമർശിക്കുന്ന വ്യക്തി തന്റെ ഗുരുവാണ് പോലും. തന്റെ മേൽ കുറ്റം ആരോപിക്കുന്ന വ്യക്തി തന്റെ അധ്യാപകനാണ്. തന്നെ ഉപദ്രവിക്കുന്ന വ്യക്തി തന്റെ ഗുരുവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അസൂയ മൂലം പലപ്പോഴും വിമർശിക്കുകയും അതുപോലെ തന്നെ പലപ്പോഴും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ധാരാളം പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അവർക്കെല്ലാം ദോഷം ചെയ്യാനാണ് പരിശ്രമിക്കുന്നത്. പക്ഷേ ദോഷം ചെയ്യരുത്, അവരിൽ നിന്ന് നല്ല കാര്യമില്ല. അവർ അങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കാണ്ട് കഴിയും. എമേഴ്സൺ പറയുന്നത് അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ ജീവിതം എനിക്ക് ക്രമീകരിക്കാണ്ട് കഴിഞ്ഞു, എന്റെ പ്രസംഗത്തിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞു, എന്റെ ചിന്ത എനിക്ക് മാറ്റിയെടുക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നെങ്കിൽ, എനിക്കെതിരെ കുറ്റം ആരോപിച്ചില്ലായിരുന്നെങ്കിൽ, എന്നെ വിമർശിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പഴയ സ്വഭാവം വെച്ച് മുന്നോട്ട് പോയേനെ എന്നാണ് എമേഴ്സൺ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 39 മുതൽ 44 വരെയുള്ളതായ വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യേശു പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും കൂടി വിട്ടുകൊടുക്കുക. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എത്ര ആഴമേറിയ ഇതുപോലെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ? യേശു പറഞ്ഞതുപോലെ, യേശു പഠിപ്പിച്ചതുപോലെ, യേശുവിന്റെ ഉപദേശം പോലെ നിസ്തുല്യമായിരിക്കുന്ന ഉപദേശം വേറെ ആർക്കാണുള്ളത്? നമ്മൾ മറ്റുള്ളവരോട്, നമ്മളോട് ഉപദ്രവിക്കുന്നവരോട് നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. നമ്മെ പരിഹസിക്കുന്നവരെ നമ്മൾ തിരിച്ചു പരിഹസിക്കുക എന്നുള്ളതല്ല. നമ്മളോട് ദേഷ്യപ്പെട്ട വ്യക്തികളോട്, നമ്മളെ കുറ്റം ആരോപിച്ചതായ വ്യക്തികളോട് നമ്മൾ മുഖം തിരിച്ച് നടക്കുക എന്നുള്ളതല്ല. അതിനെല്ലാം അപ്പുറമായിട്ട് അവരെ സ്നേഹിക്കാനാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതായിത്തീരണം. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞെ, നിങ്ങൾ ജ്ഞാനമുള്ളവരാകണമെങ്കിൽ വിമർശനത്തിന് നിങ്ങൾ ചെവി കൊടുക്കണം. നിങ്ങൾക്ക് എതിരായിട്ട് പ്രതികരിക്കുന്നവരെ അവരോട് എതിർക്കരുത്, അവരെ സ്നേഹിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വ്യക്തിത്വം വളരുന്നത്. നിങ്ങൾ ജ്ഞാനികൾ എന്ന് പറയുവാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിമർശിക്കുന്നവർക്ക് നിങ്ങൾ ചെവി കൊടുക്കുക. നിങ്ങൾക്കെതിരെ കുറ്റം ആരോപിക്കുന്നവർക്ക് എതിരായിട്ടല്ല, അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുക. എന്നിട്ട് നമ്മുടെ സ്വഭാവത്തെ നമ്മൾ രൂപീകരിക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്. അല്ല, കർത്താവ് പറഞ്ഞത്, ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരോട് ചേർന്നൽക്കാനിടയായിത്തീരണം. അതാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, പ്രിയ മാതാവ്, പിതാവേ, പ്രിയ കുഞ്ഞെ, നമ്മളൊരിക്കലും ഈ വന്യമൃഗം ചെയ്തതുപോലെ, ആ വാനരക്കൂട്ടം ചെയ്തതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ നല്ല താഴ്ത്തു കളയുക എന്നുള്ളതല്ല. ആ മൃഗങ്ങളാണ്. അവരുടേതായ ഒരു വ്യക്തിയെ കൊന്നപ്പോ അവർ അതിനെതിരായിട്ട് പ്രതികരിച്ചതാണ്. പക്ഷെ അങ്ങനെ പോലും ചെയ്യരുത് എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് അതിനേക്കാളെല്ലാം വിരുദ്ധമായിട്ടാണ് മനുഷ്യൻ ചെയ്യുന്നത്. മറ്റുള്ളവരെ കൊല്ലാൻ, ഒരു ചീത്ത പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശിച്ചാൽ അങ്ങനെ കൊല്ലുക, അവനുള്ള സ്ഥാനം തകർക്കുക എന്നുള്ളതായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നിശ്ചയമായി നമുക്ക് നമ്മുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാം, നമുക്ക് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഉപദ്രവിക്കുന്നവരെ, വിമർശിക്കുന്നവരെ, നമുക്കെതിരെ കുറ്റം ആരോപിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്നതായ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും.